പൂർണ്ണമായി തള്ളി. കാരണം ഹൈക്കോടതി പറഞ്ഞ് ഇവർക്ക് അറിയാമായിരുന്നു. അറിഞ്ഞിട്ടും ഇവർ വീണ്ടും ഇയാളെ വിളിച്ചു വരുത്തിയെന്നാണ് അറിഞ്ഞത്. കാരണം ദേവസ്വം കമ്മീഷണറുടെ അഭിപ്രായത്തെ പോലും മറികടന്നുകൊണ്ട് ദേവസ്വം പ്രസിഡന്റ് തീരുമാനമെടുത്തെന്നാണ്. ദേവസ്വം പ്രസിഡന്റിന്റെ അത് 21-ാം തീയതി ഓഗസ്റ്റ് 21-ാം തീയതിയിലെ തിരുവാഭരണം കമ്മീഷണറുടെ കത്തിലുണ്ട്. ദേവസ്വം പ്രസിഡന്റ് ഇടപെട്ടിട്ടാണ് ഇത് മാറ്റിയത്. ആ കത്ത് ഔദ്യോഗിക കത്താണ്. അതൊന്നും കണ്ടില്ല എന്ന് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഒരു മാനദണ്ഡം പാലിച്ചിട്ടില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞ അതിനെ പ്രതി അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അയാൾ പ്രതിയാകേണ്ട ആളാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കള്ളന്മാരോ അല്ലെങ്കിൽ പ്രതിയാകേണ്ട ആളുകൾ ആരെങ്കിലും അയ്യോ ഞാൻ തെറ്റ് ചെയ്തെന്ന് പറയോ? കോടതി എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. ഒരാൾ മോഷ്ടിച്ച ആളോട് താൻ കട്ടാടോ എന്ന് ചോദിച്ചാ ഞാൻ കട്ടെന്ന് ആരെങ്കിലും പറയുമോ? പറയില്ല. അത്രയേ ഉള്ളൂ. നിലവിലെ ബോർഡിന് എക്സ്റ്റൻഷൻ കൊടുക്കാനുള്ള രേഖകളൊക്കെ ഹാജരാക്കാൻ ഒരുപാട് സമയം കിട്ടിയല്ലോ. ഒരു രേഖയില്ല എന്ന് കോടതി കൃത്യമായിട്ട് പറഞ്ഞല്ലോ. കോടതിയുടെ എത്രാമത്തെ ഇതാണ് കൃത്യമായിട്ട് പ്രതിപക്ഷം കേരളത്തിൽ പറഞ്ഞത് മുഴുവൻ, ഞങ്ങൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും 100% ശരിയാണെന്നാണ് ഹൈക്കോടതി വിധിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. മുഴുവൻ നിങ്ങൾ പോയി പന്തളത്ത് ഞാൻ നടത്തിയ പ്രസംഗം കേൾക്കും. പന്തളത്ത് ഞങ്ങളുടെ പദയാത്രയുടെ സമാപനം നടത്തിക്കൊണ്ട് ഇതെല്ലാം പറഞ്ഞതാ. ഇതെല്ലാം കാരണം ഇത് രേഖകൾ പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാവും. കോടതി ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ അടിവരയിട്ടുകൊണ്ട് കോടതി ഇത് ആവർത്തിച്ചു. ഈ പറഞ്ഞ കാര്യം ഇന്നലെ കോടതി പറഞ്ഞ കാര്യം ആദ്യമായിട്ട് ഇന്നലെയല്ല പറയുന്നത്, ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോടതി. അപ്പൊ ഇയാളെന്റെ തെളിവ് ഹാജരാക്കായിരുന്നു. എവിടെ പോയി ഇയാള്? ഈ പ്രസിഡന്റ് എവിടെ പോയി? ഇവരൊന്നും അതിന്റെ അടിച്ചതിന്റെ അകത്ത് കയറ്റാൻ പാടില്ല, ഓടിക്കണം അവിടെ നിന്ന്. അയ്യപ്പന്റെ തങ്ക വിഗ്രഹം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാവശ്യം വന്നത്. കാരണം കതക് കൊണ്ടുപോയി, കട്ട്ള കൊണ്ടുപോയി, ദ്വാരപാലക വിഗ്രഹം കൊണ്ടുപോയി കോടീശ്വരന് വിറ്റ്. ഇനി അവിടെ ബാക്കിയുള്ളത് അയ്യപ്പന്റെ തങ്ക വിഗ്രഹമാണ്. അതുകൂടി ഇവന്മാരെ അടിച്ചുകൊണ്ടുപോയെന്ന് കോടതിയിലായിരുന്നു.